ഒരു കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശയവിനിമയ ഉപാധികളിൽ ഒന്നായിരുന്നു റേഡിയോ. FM റേഡിയോകളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ വിനോദത്തിനായി മൊബൈൽ ഫോണുകളിൽ റേഡിയോ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ റേഡിയോ പലരുടെയും കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളിലൊന്നായിരുന്നു. കുട്ടിക്കാലത്ത് അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങളിലൊന്ന് റേഡിയോയിൽ നിന്നുള്ളതായിരിക്കും. പണ്ട് ഇന്ന് കാണുന്ന ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണുകളോ ഒന്നുമില്ലല്ലോ. ടെലിവിഷനുകൾ തന്നെ അപൂർവം വീടുകളിലേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലങ്ങളിൽ വാർത്തകൾ അറിയാനും വിനോദങ്ങൾക്കുമായി വ്യാപകമായി ആശ്രയിച്ചിരുന്നത് റേഡിയോകളായിരുന്നു. അന്നത്തെ കാലത്തു നിന്നും ഇന്ന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നതോടെ വാർത്താവിനിമയ ഉപാധികളും വർദ്ധിച്ചു. ആശയവിനിമയ രംഗത്ത് അനന്ത സാധ്യതകൾ തുറന്നിട്ട് തന്നത് റേഡിയോയുടെ കണ്ടുപിടുത്തം തന്നെയാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് റേഡിയോയും നൂതന മാറ്റങ്ങളോടെ ഇന്നും സജീവമായി തന്നെ നിലനിൽക്കുന്നു. ടെലിവിഷന്റെ കണ്ടുപിടുത്തം റേഡിയോയെ ഇല്ലാതാക്കുമെന്ന് പലരും പറഞ്ഞെങ്കിലും ഈ ഇന്റർനെറ്റ് യുഗത്തിലും ലോകത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ റേഡിയോയെ ആശ്രയിക്കുന്നു. റേഡിയോ എന്ന വാർത്താവിനിമയ ഉപാധിയെ ലോകമെങ്ങും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ നടന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിപ്ലവങ്ങളിൽ ഒന്നായിരുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം. ഇറ്റലിക്കാരനായ ഗൂഗ്ലിയെൽമോ മാർക്കോണിയാണ് റേഡിയോ പ്രക്ഷേപണത്തിന്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത്. എന്നാൽ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രത്തിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ കണ്ടുപിടുത്തമായിരുന്നു റേഡിയോയുടേത്. 1895 80 കിലോമീറ്റർ ദൂരെ വരെ റേഡിയോ സന്ദേശം അയക്കാനുള്ള സെർബിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ലയുടെ പദ്ധതി ഒരു ദൗർഭാഗ്യകരമായ തീപിടുത്തത്തെ തുടർന്ന് മുടങ്ങുകയുണ്ടായി. തൊട്ടടുത്ത വർഷം 6 കിലോമീറ്റർ ദൂരത്തേക്ക് സന്ദേശം അയക്കാൻ മാർക്കോണിക്ക് സാധിക്കുകയും റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ ആദ്യ പേറ്റന്റ് ഇംഗ്ലണ്ടിൽ മാർക്കോണിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ടെസ്ലയുടെ കണ്ടുപിടുത്തത്തെ ആശ്രയിച്ചാണ് മാർക്കോണി മുന്നോട്ട് പോയതെന്ന് ആരോപിച്ച് അമേരിക്കയിൽ മാർക്കോണി നൽകിയ പേറ്റന്റ് അപേക്ഷ നിരസിക്കപ്പെട്ടു. 3 വർഷത്തിന് ശേഷം മാർക്കോണിയുടെ നിരന്തര പരിശ്രമങ്ങളെ തുടർന്ന് ഈ പേറ്റന്റ് അദ്ദേഹം നേടിയെടുത്തു. 1909 റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനായി. പക്ഷേ ടെസ്ല ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോയി. തുടർന്ന് അമേരിക്കൻ സുപ്രീം കോടതി 1943 ടെസ്ലയെ തന്നെ റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന്റെ ഉപജ്ഞാതാവായി അംഗീകരിച്ചു. എന്നാൽ ഇപ്പോഴും റേഡിയോയുടെ പിതാവായി അംഗീകരിക്കുന്നത് മാർക്കോണിയെ തന്നെയാണ്. 1920 നവംബർ 2-ാം തീയതിയാണ് ലോകത്തിലെ ആദ്യ വാണിജ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലായിരുന്നു KDKA എന്ന പേരിലുള്ള പ്രക്ഷേപണ കേന്ദ്രം. ഇംഗ്ലണ്ടിലും ഇക്കാലത്ത് തന്നെ പ്രക്ഷേപണം ആരംഭിച്ചെങ്കിലും 1922 ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഇവിടെ ക്രമമായ പരിപാടി പ്രക്ഷേപണം ആരംഭിച്ചത്. വിനോദത്തിൽ ഇന്ന് ടെലിവിഷൻ വഹിക്കുന്ന പങ്ക് അന്ന് റേഡിയോയ്ക്കുണ്ടായിരുന്നു. 1920 മുതൽ 50കളുടെ അവസാനം വരെ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ റേഡിയോ സെറ്റുകൾക്ക് ചുറ്റും ഒത്തുകൂടുകയുണ്ടായി. റേഡിയോ പ്രക്ഷേപണത്തിന്റെ സുവർണയുഗമായിട്ടാണ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. 1920കളോടെ പല രാജ്യങ്ങളിലും റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചെങ്കിലും ഇന്ത്യയിൽ തുടർച്ചയായതും ക്രമമായതുമായ പ്രക്ഷേപണം ആരംഭിക്കുന്നത് 1927 ടെലിവിഷന്റെ കണ്ടുപിടുത്തം റേഡിയോയുടെ സ്ഥാനം കൈയടക്കി. ഇന്ന് FM നിലയങ്ങൾ വ്യാപകമായ കടന്നുവരവ് വീണ്ടും റേഡിയോ പ്രക്ഷേപണത്തിന്റെ പ്രചാരവും ജനപ്രീതിയും വർദ്ധിപ്പിച്ചു. ഈ കാലഘട്ടത്തിലും നമ്മൾ മലയാളികളുടെ മനസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥാനമാണ് റേഡിയോയ്ക്കുള്ളത്.